Question number 31. Any allotment or reappropriation within a grant or appropriation may be authorized by the competent authority. ചുമതലപ്പെട്ട അധികാരസ്ഥൻ ഒരു ഗ്രാൻറ്റിൽ നിന്നും പരസ്പരം റീഅപ്രോപ്രിയേഷൻ നടത്തുന്നത് എപ്പോഴാണ്? ആൻസർ: അറ്റ് എനി ടൈം ബിഫോർ എക്സ്പയറി ഓഫ് ഫിനാൻഷ്യൽ ഇയർ. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഒരു ഗ്രാൻറ്റിൽ നിന്നും പരസ്പരം റീഅപ്രോപ്രിയേഷൻ നടത്താവുന്നതാണ്. ഓക്കെ. Question number 32. Reappropriation from one grant or appropriation to another grant or appropriation are ഒരു ഗ്രാൻറ്റിൽ നിന്നോ അപ്രോപ്രിയേഷനിൽ നിന്നോ മറ്റൊരു ഗ്രാൻറ്റിലോ അപ്രോപ്രിയേഷനിലോ വക മാറ്റാമോ എന്നാണ് ചോദിക്കുന്നത്, അഥവാ റീഅപ്രോപ്രിയേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൻസർ നോട്ട് പെർമിസിബിൾ എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. അനുവദനീയമല്ല. ഒരു ഗ്രാൻറ്റിൽ നിന്നും അപ്രോപ്രിയേഷനിൽ നിന്നോ മറ്റൊരു ഗ്രാൻറ്റിലോ അപ്രോപ്രിയേഷനിലോ വക മാറ്റാമോ എന്നാണ് ചോദ്യം, അഥവാ റീഅപ്രോപ്രിയേഷൻ എന്ന് മനസ്സിലാക്കാം. അപ്പം എന്താണ്, ഈ വക മാറ്റുവാൻ അനുവദനീയമല്ല എന്നാണ് ആൻസർ. ഓക്കെ. Question number 33. Methods of maintaining government's daily cash balance at a level sufficient to meet its day-to-day requirements is termed as. ഓരോ ദിവസത്തെ ആവശ്യത്തിനുള്ള മതിയായ തുക നീക്കി ബാക്കി വരാത്തക്കവണ്ണം ധനസ്ഥിതി പരിപാലിക്കുന്നതിനെ എങ്ങനെ വിളിക്കാം എന്നാണ്. അപ്പം വേസ് ആൻഡ് മീൻസ് എന്നാണ്. അപ്പോൾ എന്താണ് വേസ് ആൻഡ് മീൻസ് എന്നുദ്ദേശിച്ചാൽ ഒരു ദിവസത്തെ ആവശ്യത്തിനുള്ള മതിയായ തുക നീക്കി ബാക്കി വരത്തക്കവണ്ണം ധനസ്ഥിതി പരിപാലിക്കുന്നതിനെയാണ് വേസ് ആൻഡ് മീൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. Question number 34. The budget shows receipts and payments of government under dash heads ആണ്. സർക്കാർ വരവും ചെലവും ബഡ്ജറ്റിൽ കാണിക്കുന്നത് എത്ര ഹെഡിലാണ് എന്നാണ് ചോദ്യം. ആൻസർ 3 അഥവാ 3 ഹെഡിലാണ് സർക്കാർ വരവും ചെലവും ബഡ്ജറ്റിൽ കാണിക്കുന്നത്. Question number 35. The estimate of expenditure not charged on the consolidated fund have to be submitted to the vote of the legislature. The estimate is made in the form of കൺസോളിഡേറ്റഡ് ഫണ്ടിൽ വരവ് വെക്കാത്ത ചെലവുകൾ സഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കണം. അതിനുള്ള എസ്റ്റിമേറ്റ് ഏത് രൂപത്തിൽ തയ്യാറാക്കണം? ആൻസർ: ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ് എന്നാണ് ഇതിനെ പറയുക. അപ്പം ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ് രൂപത്തിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത്. നമ്പർ 37. വിച്ച് ഈസ് നോൺ ആസ് ബഡ്ജറ്റ്. എന്താണ് ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത്? ആൻസർ: ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. Question number 38. Revenue received by government are credited under. റവന്യൂ ഇനത്തിൽ സർക്കാരിലേക്ക് വരുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്ന തുക എവിടെ അടക്കുന്നു എന്നാണ് ആൻസർ. കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ് റവന്യൂ ഇനത്തിൽ സർക്കാരിലേക്ക് വരുന്ന തുക അടയ്ക്കുന്നത്.
Question number 39. The contingency fund of state is at the disposal of. സംസ്ഥാന കണ്ടിജൻറ്റ് ഫണ്ട് ആരുടെ അധികാര പരിധിയിലാണ്? ആൻസർ ഗവർണർ, അഥവാ സംസ്ഥാന കണ്ടിജൻറ്റ് ഫണ്ട് ഗവർണറുടെ അധികാര പരിധിയിലാണ്. ഓക്കെ. Question number 40. The sole right to issue bank notes in India has been vested in the RBI. ബാങ്ക് നോട്ടുകൾ വിതരണം ചെയ്യാനുള്ള മൊത്ത അധികാരം റിസർവ് ബാങ്കിനെ ഏൽപ്പിച്ചത് എന്നു മുതൽ എന്നാണ്? ആൻസർ ഏപ്രിൽ 1935, അഥവാ ഏപ്രിൽ 1935 മുതൽ ബാങ്ക് നോട്ടുകൾ വിതരണം ചെയ്യുവാനുള്ള മൊത്തം അധികാരം റിസർവ് ബാങ്കിനെ ഏൽപ്പിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 41. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ഈസ് നറേറ്റഡ് ഇൻ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിലെ കണ്ടിജൻറ്റ് ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എത്രാം ആർട്ടിക്കിളിലാണ്? ആൻസർ 267, അഥവാ 267 ആർട്ടിക്കിളിലാണ് ഭരണഘടനയിൽ കണ്ടിജൻറ്റ് ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർത്തു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 42. The mass of government accounts being of cash basis is kept on. ക്യാഷ് ബേസിൽ മൊത്ത സാമ്പത്തിക കണക്ക് സർക്കാർ സൂക്ഷിക്കുന്ന രീതി ഏതാണ്? ആൻസർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ് പറയുക. ക്യാഷ് ബേസിൽ മൊത്ത സാമ്പത്തിക കണക്ക് സർക്കാർ സൂക്ഷിക്കുന്ന രീതിക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 43. ഗവൺമെൻറ് അക്കൗണ്ട്സ് വിച്ച് ഈസ് കെപ്റ്റ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് ടു ബ്രിങ് ഔട്ട് ദ ബാലൻസ് ഓഫ് അക്കൗണ്ട് ഇൻ റിഗാർഡ് ടു വിച്ച് ഗവൺമെൻറ് ആക്ട്സ്. അല്ലെങ്കിൽ അക്കൗണ്ട് ബാക്കി ലഭ്യമാകുന്ന തരത്തിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ കണക്ക് സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഗവൺമെൻറ് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ബാങ്കർ അഥവാ റെമിറ്റർ, അല്ലെങ്കിൽ ലെൻഡർ കടം കൊടുക്കുന്ന ആൾ, പിന്നെ ബോറോവർ അഥവാ കടം വാങ്ങുന്ന ആൾ എന്നൊക്കെയാണ് ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നത്. ഇവയെല്ലാം എന്നാണ് ഇതിൽ ആൻസർ വന്നിരിക്കുന്നത്. അപ്പം ബാങ്കർ അഥവാ റെമിറ്റർ, ലെൻഡർ, ബൊറോവർ കടം വാങ്ങുന്ന ആൾ, കടം കൊടുക്കുന്ന ആൾ ഒക്കെയാണ് അക്കൗണ്ട് ബാക്കി ലഭ്യമാകുന്ന തരത്തിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ കണക്ക് സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഗവൺമെൻറ് ഈ രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 44. The cadres of Accountant General's Office were bifurcated into 2-1 for audit and other for accounts be entitlement from. അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫീസിനെ ഓഡിറ്റ് എന്നും അക്കൗണ്ട്സ് എന്നും രണ്ട് വിഭാഗമാക്കിയത് എന്നു മുതൽ? ആൻസർ 1984 മാർച്ച് 1-3-1984 മാർച്ച് മാസം 1-ാം തീയതി 1984 മുതലാണ് അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫീസിനെ ഓഡിറ്റ് എന്നും അക്കൗണ്ട്സ് എന്നും രണ്ട് വിഭാഗമാക്കിയത്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഹൂ ഈസ് അതറൈസ്ഡ് ടു പ്രിപ്പയർ ദ ബാലൻസ് മെമ്മോറാണ്ടം ഓഫ് എ ഡേ ഇൻ ട്രഷറി നോർമലി. സാധാരണയായി ട്രഷറിയിലെ ബാലൻസ് മെമ്മോറാണ്ടം തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? ആൻസർ ദ ട്രഷറർ, അഥവാ ട്രഷററെയാണ് സാധാരണയായി ട്രഷറിയിലെ ബാലൻസ് മെമ്മോറാണ്ടം തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ. നമ്പർ 46. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് 2 കാറ്റഗറീസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ആർ. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമുള്ള ചെലവിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏതെല്ലാം? ആൻസർ ചാർജ്ഡ് ആൻഡ് വോട്ടഡ് എന്നാണ് ആൻസർ. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമുള്ള ചെലവിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അത് ചാർജ്ഡും അഥവാ വോട്ടഡുമാണ് എന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 47. കോസ്റ്റ് ഓഫ് പ്രൈസസ് ഗിവൺ ബൈ എ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ പ്രൊമോട്ടിംഗ് എ ക്യാമ്പയിൻ ഈസ് ഡെബിറ്റഡ്
ടു ദ ഡീറ്റെയിൽഡ് എഡ്. ക്യാമ്പയിൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രൈസ് നൽകിയ വകയിലെ ചെലവ് ഏത് ശീർഷകത്തിൽ വരവ് വെക്കും എന്നാണ് പറയുന്നത്? ആൻസർ അതർ ചാർജ് അഥവാ അതർ ചാർജസിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെലവ് വരവ് വെക്കുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 48. സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഗവൺമെൻറ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡാഷ് ഓഫ് ദ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. സർക്കാർ കെട്ടിടങ്ങളുടെയും ഭൂമിയുടെയും വിറ്റുവരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേരള അക്കൗണ്ട് കോഡ് വാല്യം ഡാഷ് ആണ്. ആർട്ടിക്കിൾ 39 ഈ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 39 അതും ക്വസ്റ്റ്യനായി വന്നിരിക്കുകയാണ്. സർക്കാർ കെട്ടിടങ്ങളുടെയും ഭൂമിയുടെയും വിറ്റുവരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേരള അക്കൗണ്ട് കോഡ് വാല്യം 1 ആർട്ടിക്കിൾ 39. ക്വസ്റ്റ്യൻ നമ്പർ 49. എ സർവീസ് റെസിപ്റ്റ്സ് ഓഫ് വിച്ച് ഫുൾ പാർട്ടിക്കുലേഴ്സ് ആർ നോട്ട് ഗിവൺ ഷുഡ് ബി ഇനീഷ്യലി ക്രെഡിറ്റഡ് അണ്ടർ. ആവശ്യമായ മുഴുവൻ വിവരങ്ങളില്ലാതെ ഒരു വരവ് വന്നാൽ ആദ്യമായി ഏത് കണക്കിലാണ് വരവ് വെക്കുക? ആൻസർ 800 അതർ റെസിപ്റ്റ് അണ്ടർ റവന്യൂ ഹെഡിലാണ് ആവശ്യമായ മുഴുവൻ വിവരങ്ങൾ ഇല്ലാതെ വരുന്ന വരവ് കണക്കിൽ വെക്കുന്നതിന് പറയുന്നത് അതർ റെസിപ്റ്റ് അണ്ടർ റവന്യൂ ഹെഡ് 800 എന്ന് മനസ്സിലാക്കുക. Question number 50. A copy of the monthly accounts of the state government is submitted to it by the. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിമാസ കണക്കിൻ്റെ ഒരു കോപ്പി ആർക്കാണ് സമർപ്പിക്കുന്നത്? ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ. അക്കൗണ്ടൻറ്റ് ജനറലിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിമാസ കണക്കിൻ്റെ ഒരു കോപ്പി സമർപ്പിക്കുന്നത്. പ്രതിമാസ കണക്ക് അതിൻ്റെ ഒരു കോപ്പി വരവ് ചെലവുകളൊക്കെ കണക്കിൻ്റെ അത് അക്കൗണ്ടൻറ്റ് ജനറലിനാണ് സമർപ്പിക്കുന്നത്. നമ്പർ 51. ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റ്സ് ദ ട്രാൻസാക്ഷൻ ഓഫ് ദ എക്സിക്യൂട്ടീവ് ഓൺ ബിഹാഫ് ഓഫ് പാർലമെൻറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലി ആൻഡ് സബ്മിറ്റ് ഇറ്റ്സ് ഓഡിറ്റ് റിപ്പോർട്ട് ടു. പാർലമെൻറ്റിനോ അസംബ്ലിക്കോ വേണ്ടി അതിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇടപാടുകൾ ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റ് ചെയ്താൽ ഓഡിറ്റ് റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത്? പ്രസിഡൻറ്റ് ഗവർണർ ഫോർ ബീയിങ് ലേഡ് ബിഫോർ പാർലമെൻറ്റ് അസംബ്ലി. പ്രസിഡൻറ്റിനോ ഗവർണർക്കോ പാർലമെൻറ്റിലോ അസംബ്ലിയിലോ വെക്കുന്നതിനായാണ് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 52. ദ ഇനീഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഗവൺമെൻറ് institution in India are prepared by the authorities through whom the transaction occurs, such as. ഇന്ത്യയിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രാഥമിക കണക്കുകൾ അധികാരികൾ തയ്യാറാക്കുന്നത് എവിടെ നടക്കുന്ന ഇടപാടുകൾ പരിശോധിച്ചിട്ടാണ്? ആൻസർ ട്രഷറീസ്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസർ, പേ ആൻഡ് അക്കൗണ്ട്സ് ഓർഗനൈസേഷൻ. ട്രഷറി പല വകുപ്പ് തല ഓഫീസർമാർ, ശമ്പള അക്കൗണ്ട്സ് ഓർഗനൈസേഷൻ എന്നീ ഇടപാടുകൾ പരിശോധിച്ചിട്ടാണ് സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രാഥമിക കണക്കുകൾ അധികാരികൾ തയ്യാറാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 53. ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഷാൾ ബി റെസ്പോൺസിബിൾ അണ്ടർ C&AG ആക്ട് 1971 compile the accounts of the union and each state government based on. ഏത് നിയമപ്രകാരമാണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കുവാൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 1971 C&G ജനറൽ ആക്ട് പ്രകാരം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? സെക്ഷൻ 10 അഥവാ സെക്ഷൻ 10 നിയമപ്രകാരമാണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 1971 C&G ജനറൽ ആക്ട് പ്രകാരം സെക്ഷൻ 10. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 54. ദ സ്കോപ്പ് ഓഫ് സ്റ്റേറ്റ് ഓഡിറ്റ് ഡസ് നോട്ട് എൻകോമ്പസ് ദ എലിമെൻറ്റ്സ്.
സംസ്ഥാന ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടാത്ത വസ്തുത ഏതെന്നാണ്? ആൻസർ അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടബിലിറ്റി അഥവാ ഭരണപരമായ അക്കൗണ്ടബിലിറ്റിയാണ് സംസ്ഥാന ഓഡിറ്റ് നടത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാത്ത വസ്തുത. അപ്പം ബാക്കിയൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നതും എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ നമുക്ക് മനസ്സിലാക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടബിലിറ്റി, പ്രോഗ്രാം അക്കൗണ്ടബിലിറ്റി, ഫിസിക്കൽ അക്കൗണ്ടബിലിറ്റി സംസ്ഥാന ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കാം. ഇതുകൊണ്ട് ഭരണപരമായ അക്കൗണ്ടബിലിറ്റി ഉദ്ദേശിക്കപ്പെടാത്ത വസ്തുത എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.